എന്താണ് നീ പറയുന്നത്? എൻ്റെ മകളയക്കുക? ഇല്ലടാ, ഇപ്പോൾ കുറച്ച് നേരം നോക്കട്ടെ. ഞങ്ങൾ പോയിട്ട് മാസ്റ്ററിനെ വിളിക്കുക. ശരി. ഹലോ മാസ്റ്റർ, നിങ്ങൾ വരുന്നത് പറഞ്ഞു. ഇപ്പം എന്താ ചെയ്യുക? മാസ്റ്റർ, നിങ്ങൾ പറഞ്ഞ പോലെ അവനിപ്പോൾ എന്ത് അടുത്തയക്കാൻ പറ്റില്ല. അതുകൊണ്ട് അവൾക്ക് എന്താ നീ പറയുന്നത്? അവനിക്ക് ഡ്രഗ് കൊടുത്തു. നിങ്ങൾ പറഞ്ഞ പോലെ എൻ്റെ മകൾ ഒരാളെ രക്ഷിക്കും പറഞ്ഞ ശരി, ഞാൻ പോയിട്ട് നോക്കി വരാം. ഇവൻ തന്നെയാണ് മാസ്റ്ററിനെ കൊണ്ട് പറയാം. മാസ്റ്റർ ഇപ്പം എന്താ ചെയ്യാം? ഇപ്പോൾ ഒന്നും പറ്റില്ല. ഇവരിത് അതെന്താ മാസ്റ്റർ പ്രോബ്ലം? ഇവനിക്ക് മരുന്ന് വയ്ക്കും, ഇത് ശരിയാവും, നമുക്ക് ശരി മാസ്റ്റർ. ഇപ്പോൾ ഈ മരുന്ന് എടുക്കണം. സർ ഓക്കെ അല്ലേ? മരുന്ന് കഴിക്കാം. ഇവനെ മരുന്ന് കഴിപ്പിക്കും മോളെ. ശരി ഓക്കെ. ഡാഡി മരുന്ന് കഴിപ്പിക്കാൻ നോക്കും. അപ്പോൾ അത് തുറന്നു പോയി. ഇവനക്ക് എന്താ പറ്റി? സർ സർ മമ്മി ഡാഡി വീട് ഷോക്കേസ് അടിച്ച് നൈറ്റ് സ്മെൽ കണ്ണ് ലിപ്പ് വീട് എല്ലാം നടന്നു. ഇവനിക്ക് മരുന്ന് കഴിപ്പിച്ച് ഡ്രസ്സ് ഇവിടുന്ന് ഇറങ്ങി. മോളെ എന്താ പറ്റി? ഡാഡി വിളിച്ച് കരഞ്ഞ് ഇവളെ അടുത്ത റൂമിൽ കൂടെ മാസ്റ്റർ അത് ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഇവളോടൊന്ന് മാറി. മാസ്റ്റർ അവൻ വിട്ടു. ഇപ്പോൾ ഒന്നും പ്രശ്നമില്ല. ഇപ്പോൾ ചെന്നിട്ട് പോയി. അതുകൊണ്ട് ഇപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല. മാസ്റ്റർ നിങ്ങൾ പറഞ്ഞു എനിക്ക് ചെയ്തു. ഇപ്പോൾ എൻ്റെ മകൾ വിഷമിക്കേണ്ട, അതൊന്നും നല്ലത് നടക്കും. ഇവളെ സ്കൂൾ ഓൺലൈൻ പഠിപ്പിച്ചാൽ മതി, സ്കൂൾക്കൊന്നും അയക്കേണ്ട. അത് മാത്രമല്ല മാസ്റ്റർ നിങ്ങൾ പറഞ്ഞു എനിക്ക് ഇവക്ക് വിധിച്ചത് ഇവൻ തന്നെയാണ്. ഇവൻ കണ്ടിട്ട് തേടി വരും. അത് മുമ്പ് ഇവളെടുത്ത് മാറ്റി ഡ്രസ്സായിട്ടോ എവിടെ ഉള്ളത് ഡ്രസ്സൊന്നും ഇങ്ങനെ സുഖമായിട്ട് ഫ്രണ്ട്സ് വെക്കുക. മമ്മി വിഷമിക്കണം മോളെ, അതൊന്നുമില്ല. സർ എവിടെ? നിങ്ങൾ കിഡ്നാപ്പ് ചെയ്തായിരുന്നു, അവനെ കൊണ്ട് രക്ഷിച്ചായിരുന്നു. ശരി ഓക്കെ. മാനേജർ വിളിച്ച് എടുത്തു പോയി. മമ്മി ഞാൻ വിഷമിക്കുന്നു മോളെ. മാസ്റ്റർ അവൾ പെണ്ണിട്ടാവല്ലേ? ആയേ പറ്റൂ. ഇല്ല, അവന് ഇവളെ നാശം ചെയ്യും. അതിനു മുമ്പ് ഇവനാണ് ഇവൾക്ക് വെച്ച ഹസ്ബൻഡ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ ഇവർക്ക് അത്. ശരി ഓക്കെ, ഇവൾ നന്നായിട്ട് നോക്കിക്കോ. ശരി മാസ്റ്റർ, ആ കുട്ടീനെ കൊണ്ട് ചെയ്യാൻ പറ്റും, മനസ്സിലായോ? ആ കുട്ടി വന്നാൽ ഇവനെ എന്ത് ചെയ്യാൻ പറ്റും? മമ്മി നന്നായിട്ട് കുറച്ച് നാൾ സുഖം പോയി. കുറേയൊക്കെ എന്ത് പറ്റി? പൂജ കിട്ടും എല്ലാം നടന്നടി, വിഷമിക്കാണ്ടടി, സാരല്ല. കുറച്ച് നാൾ കഴിഞ്ഞ് വോമിറ്റ് എനിക്ക് ഫുഡ് ഒട്ടിക്കൊന്നുമില്ല തോന്നുന്നു. അങ്ങനെ വോമിച്ച് മയങ്ങി വീണു. എന്ത് പറ്റി മോളെ? ഇവള് മയങ്ങി വീണല്ലോ. ദാസനമ്മ വന്നു, ഓടി വന്നു. ഇയാൾ എവിടെ പോയി? നിങ്ങൾ വേഗം മകൾ മയങ്ങി വീണു. എന്ത് ഹോസ്പിറ്റൽ ചെക്ക് ചെയ്തു. മാസ്റ്റർ ഉണ്ടായിരുന്നു. ഇവൾ പാൻറ്റായിട്ട് ഹോസ്പിറ്റൽ ഉണ്ടായി. ഇവൾ ആ കുട്ടി നന്നായിട്ട് നോക്കിയേ പറ്റൂ. അങ്ങനെ കൊണ്ട് ഷുഗറിനെ ഹോസ്പിറ്റൽ കുറച്ച് നാൾ കഴിഞ്ഞ് ഫുഡ് കുട്ടി നന്നായിട്ട് ഓക്കെ. മാസ്റ്റർ പറഞ്ഞു ഇത് കഴിപ്പിച്ച്. ശരി ഓക്കെ. പിന്നെ 2 കുട്ടികളുണ്ട്. എന്ത് 2 കുട്ടികളാണ്? അതെ, ഹോസ്പിറ്റൽ കൊണ്ടുപോയി. ഇവർക്ക് മാരേജ് ആയിന് പറയാം, മനസ്സിലായില്ലേ? ശരി ഓക്കെ മാസ്റ്റർ. എടി കുട്ടി ലക്ഷ്മി ഷുഗറിൻ്റെ കുട്ടിയല്ലേ? അങ്ങനെ കുറച്ച് ഹോസ്പിറ്റലുണ്ടായി. അത് മാസ്റ്ററിൻ്റെ ഹോസ്പിറ്റലായിരുന്നു. മമ്മി എനിക്ക് പേടിയാണ്, വിഷമിക്കണേ. അപ്പോൾ കുട്ടി ജനിച്ചു കഴിഞ്ഞ് വീണു. ഡോക്ടർ പറഞ്ഞു 2 കുട്ടികളാണ്, ഒരു ആൺകുട്ടി പെൺകുട്ടി. ഫസ്റ്റ് ആൺകുട്ടി, 2 കുട്ടികൾക്ക് നെയിം വെച്ചു.
മമ്മി എനിക്ക് വയ്യ, കുട്ടി കുറച്ച് നാൾ കഴിഞ്ഞ് കുട്ടി വളരും, ഓൺലൈൻ പഠിക്കും. മമ്മി കുഞ്ഞി കുട്ടീനെ നോക്കിയല്ല. ഇപ്പോൾ കുട്ടി 3 വയസ്സായി. മാസ്റ്റർ ഇപ്പോൾ കുട്ടിക്ക് 3 വയസ്സായി. സ്കൂളിൽ വന്ന് പഠിക്കും. എന്താ പറയുന്നത്, ഓൺലൈൻ പഠിച്ചല്ലേ. എന്തും പറ്റി മമ്മ ഓൺലൈൻ പഠിച്ചു. ഇപ്പം കുട്ടി 3 വയസ്സായി. നിങ്ങൾ ഇവിടെ നിന്ന് മാറിക്കോ. ഇവിടെ ഉള്ള സ്ഥലം അവൻ കണ്ടുപിടിച്ച് വരുന്ന മുമ്പ് നിങ്ങൾ കൊറിയ അതെന്തിനാ കൊറിയൊക്കെ പോകുന്നു? അതൊന്നും സാരില്ല. നിങ്ങൾ കൊറിയക്ക് കുട്ടി സാരില്ല. ഇപ്പോഴല്ലേ ഇവൾ പഠിക്കുന്നത്. ഇപ്പോൾ കുട്ടി 6 വയസ്സായി. പിന്നെ അതെ 5 വയസ്സായിരുന്നു. ഇവളിവിടെ നിന്ന് മാറിക്കോണം കുട്ടി. ഓക്കെ മാസ്റ്റർ നൈറ്റ് നോക്കി. ഹാപ്പി ബർത്ത്ഡേ. ഇപ്പോൾ കുട്ടി 5 വയസ്സായി. മമ്മി കുഞ്ഞിനെ വിട്ട് പോകാൻ പറഞ്ഞിട്ട് നീ കൊറിയയിൽ പോയിട്ട് പഠിക്കണം. അതെങ്ങനെ മമ്മി പഠിക്കുക? ശരി ഓക്കെ. കുട്ടിയുടെ അടുത്ത് 6 വയസ്സ് 5 വയസ്സായി. എടി വെച്ച് എടി വിഷമം അതെടി ബേബിനെ മിസ് ചെയ്യുന്നടി. ഒരുപാട് മിസ് ചെയ്ത് എടി ഓൺലൈൻ പഠിക്കുന്നതാണ് എടി ഇവിടെ ഓൺലൈൻ പഠിക്കുക. എടി മച്ചി കൊറിയ സ്കൂളാണ്. നന്നായിട്ടുണ്ടല്ലേ സ്കൂൾ? എടി ഇവിടുത്തെ സ്കൂളിൽ പഠിക്കാൻ പറഞ്ഞു. ഇവിടെ ടോർച്ചർ ഇല്ലടി, അതുകൊണ്ട് രക്ഷപ്പെട്ടു. എടി കൊറിയക്ക് എടി ഓൺലൈൻ പഠിക്കാൻ പറഞ്ഞാൽ ഇവിടെ അങ്കിളുടെ വീട്ടിൽ താമസിക്കാൻ പറഞ്ഞു. അതുകൊണ്ട് നമ്മൾ ഓൺലൈൻ പഠിക്കുന്നത്. കൊറിയ സ്കൂളിൽ നമുക്ക് സെറ്റ് ആവാലടി. അത് ശരിയാണ് പറഞ്ഞത്. മമ്മി ഇവിടെ അങ്കിളുടെ വീട്ടിലാണ് ഉള്ളത്. ശരി അങ്കിളുടെ വീട്ടിലാണ് സൂക്ഷിച്ചിരിക്കും. മനസ്സിലായില്ലേ? ബേബിനെ കൊണ്ടുപോകണ്ടേ? ശരി ഓക്കെ. കുട്ടികളെ മാസ്ക് ഇട്ടോ. എന്തിനാ മാം ആൻഡ് ഗ്രാൻഡ് മാസ്ക് ഇടണം? മാസ്ക് ഇട്ടല്ലോ കുട്ടികളെ. മമ്മിനെ കാണണ്ടേ? കാരണം കുട്ടികളെ മാസ്ക് ഇട്ട് വെള്ളമടിച്ച് ഹായ്